നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഗൂഗിൾ ക്രോമിൻ്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് സെർച്ച് ചെയ്യുവാനുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നേരിട്ട് അത് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം എന്താണോ അത് നമ്മൾ സെർച്ചിലേക്ക് വിടുമ്പോഴേക്കും ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ പോയിട്ടാണ് അത് സെർച്ച് ചെയ്യുന്നത്. ഈ ഗൂഗിളിന് പകരം യാഹോ, ബിങ്ങോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡിഫാൾട്ട് സെർച്ച് എഞ്ചിൻ മാറ്റുന്നതെന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ മുകൾ വശത്ത് കാണുന്ന 3 കുത്തുകളുള്ള ആ ഒരു ഐക്കണിലേക്ക് പോവുക. കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോം എന്നാണ് ഐക്കൺ പറയുന്നത്. അതിനുശേഷം നമ്മൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നമുക്ക് യു ആൻഡ് ഗൂഗിൾ ഓട്ടോ ഫിൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടേക്ക് പോവുക. അവിടെ സെർച്ച് എഞ്ചിന് മുകൾ വശത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സെർച്ച് എഞ്ചിൻ യൂസ്ഡ് ഇൻ ദ അഡ്രസ് ബാർ. ഇവിടെ ഗൂഗിൾ എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഗൂഗിളിന് പുറമെ നമുക്കിവിടെ യാഹൂ, ബിങ്ങിൽ ലഭ്യമാണ്. നമുക്കിത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അത് പോയി സെർച്ച് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. നമുക്ക് നോക്കാം. നമുക്കിവിടെ യാഹൂവിലേക്കൊന്ന് മാറ്റിയിടാം. നമ്മൾ ആദ്യം കണ്ടിരുന്നു എൻ്റെ പേര് ടൈപ്പ് ചെയ്തപ്പോഴേക്കും അത് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് കാണിച്ചിരുന്നത്. ഇപ്പോഴത് യാഹുവിൽ പോയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. ഞാൻ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ആ റിസൾട്ട് സെർച്ച് ചെയ്യുന്നത് യാഹുവിലാണ്. ഇത് നമുക്ക് യാഹുവിന് പകരം നമുക്ക് വേണമെങ്കിൽ ബിങ് ആക്കാൻ സാധിക്കും, ഗൂഗിൾ ആക്കാനൊക്കെ സാധിക്കും. ഇതിന് പുറമെ ഈ ലിസ്റ്റിലൊന്നും പെടാത്ത മറ്റൊരു സെർച്ച് എഞ്ചിൻ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് പോവുക. ഇവിടെ നമുക്ക് ആഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ സെർച്ച് എഞ്ചിൻ ആഡ് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.